ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് ഞാനൊരു പൂ ഉണ്ടാക്കുന്നുണ്ട്, ഒരു ഫ്ലവർ ഉണ്ടാക്കുന്നുണ്ട് ഗൈസ്. ഇതാ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വരുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പം അതിങ്ങനെ മടക്കുക, തിരിച്ചതേപോലെ ഇങ്ങനെ മടക്കുക, ഒരേ ലെവലാക്കി മടക്കി നമുക്കിതിനെ മുറിച്ചെടുക്കണം. 4 പീസുകളാക്കിയിട്ട് വേണം. ഇതാ കണ്ടല്ലോ, ഇതിനെ മുറിച്ചെടുക്കണം നമുക്ക്. അപ്പം ഞാനിത് മുറിച്ചെടുക്കട്ടെ. അപ്പോൾ ഇത് ഞാൻ മുറിക്കുന്നുണ്ട്. ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് അതിന് അത്രയല്ലേ ഇതുണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധിച്ച് മുറിച്ചില്ലെങ്കിൽ പണി തരും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് മുറിക്കണം. അപ്പം ഞാനിത് മുറിച്ചെടുക്കട്ടെ ഗൈസ്. പിന്നെ കത്രികയും കുറച്ച് പഴക്കമുള്ള കത്രികയാണ്, പുതിയതല്ല. അപ്പം അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഇതുണ്ടാവും. അപ്പോൾ ഇതാ ഒന്നെടുത്തു, 4 പീസാക്കിയിട്ട് ഞാനിത് മുറിക്കട്ടെ. സന്ധ്യയിൽ ചാലിച്ച സിന്ദൂരം എനിക്ക് കണ്ണെഴുതാൻ. അപ്പം 4 പീസാക്കിയിട്ടുണ്ട്. ഇനി ഞാനിത് 4 എണ്ണം ഒരുമിച്ച് വെക്കട്ടെ. 4 പീസുകളും ഒരുമിച്ച് വെക്കാം, എന്നിട്ടാണ് പരിപാടി. 4 പീസുകളും ഇതാ ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ. അപ്പം ഇനി തുടങ്ങാം നമുക്ക് പൂ ഉണ്ടാക്കാനുള്ള പരിപാടി. അപ്പോൾ ഞാൻ എല്ലാം ഒരേപോലെ ആയിരിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ മടക്കുമ്പോൾ അതിൽ നിന്ന് മാറ്റം വന്നു കളി. അപ്പോൾ ഇതാ ഇങ്ങനെ മടക്കുക, ഇങ്ങനെ മടക്കി ഇതേപോലെ വെക്കുക, എന്നിട്ട് തിരിച്ചിങ്ങനെ മടക്കുക, വീണ്ടും ഇതേപോലെ ഇങ്ങനെ മടക്കുക, വീണ്ടും ഇങ്ങനെ വെക്കുക, ഇങ്ങനെ മടക്കുക, വീണ്ടും ഇത് തന്നെ. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക, ലാസ്റ്റ് വരെയും നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരുന്നോളുക. അപ്പോഴാണ് ആ പൂവിന് നല്ല ഭംഗി കിട്ടുക. ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ പൂവിന് ഭംഗി ഉണ്ടാവില്ല, ഭംഗിയെല്ലാം പോവും. ഇതാകുമ്പോൾ ക്ലിയറായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പം ഇങ്ങനെ എടുക്കുക, വീണ്ടും ഇത് തന്നെ, അപ്പോൾ വീണ്ടും ഇത് തന്നെ, പിന്നെയും ഇത് തന്നെ. അങ്ങനെ നമ്മൾ ഇത് തീരുന്നവരെയും തുടർന്നുകൊണ്ടേയിരിക്കും. ഇതാ എല്ലാവർക്കും കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതാ അങ്ങനെ ഇതെല്ലാം തീർന്നു. ഇതാ ഗൈസ്, ഇത്രയാണ് മടക്കിയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് നമുക്കെന്ത് വേണം, ഞാനൊരു പൂ കെട്ടാൻ വേണ്ടിയിട്ടൊരു കമ്പി വാങ്ങിയിട്ടുണ്ടായി. അപ്പോൾ ഇതിനെ കൊണ്ടാണ് ഞാനിത് കെട്ടുന്നത്. അപ്പോൾ മുറിച്ചെടുക്കുന്നുണ്ട് ഒരു കഷ്ണം കമ്പീൻ്റെ. എന്നിട്ട് ഇതിൻ്റെ
നടുക്ക് നമുക്കിതിനെ കുടുക്കി കൊടുക്കണം. ഇതാ കണ്ട, ഒത്ത നടുക്ക് തന്നെ കൊടുക്കണം, ഇല്ലെങ്കിൽ മാറിപ്പോയി കഴിഞ്ഞാൽ നടു കിട്ടൂലല്ലോ നമുക്ക്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇതിനൊന്ന് ടൈറ്റ് ചെയ്ത് വെക്കണം. നമുക്ക് പൂനെ ടൈറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇതാ, എന്നിട്ട് നമുക്ക് പൂനെ വിടർത്താനി. എല്ലാ അരിയും നമുക്ക് വിടർത്തി എടുക്കണം. ഓരോന്നോരോന്നായിട്ട് ഇതാ തുടങ്ങുന്നുണ്ടേ. ഓരോരോ പീസുകളായിട്ട് ഇവരെ ഇങ്ങനെ എടുക്കണം നമുക്ക്. വേഗം കഴിയുന്ന പരിപാടിയാണ് ഗൈസ്, അധികം വലിയ പണിയൊന്നുമില്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ് ഇതെല്ലാം. ഒരാൾ ചെയ്തിട്ട് മറ്റേയാൾക്കാവില്ല എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും ആവും. പരിശ്രമിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല ഈ ലോകത്ത്. കണ്ടല്ലോ, ഇങ്ങനെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ എടുത്തോളുക. അത് ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ എടുക്കുന്ന സമയത്ത്, അത്രയേ ഉള്ളൂ. ടിഷ്യൂവിന് അങ്ങനെയുണ്ടല്ലോ, അധികം വലിയ ഉറപ്പൊന്നുമില്ലാത്ത സാധനമല്ലേ. അപ്പം ഇങ്ങനെയാക്കി എടുക്കുക. എല്ലാവരും കാണുന്നുണ്ടല്ലോ ഇല്ലേ ഞാൻ എടുക്കുന്നത്? എന്താ എടുത്തെടുത്ത് വരുന്നുണ്ട് ഞാൻ. എന്താ എന്താ കണ്ടല്ലോ, ഇതേപോലെ എല്ലാ ദളങ്ങളും നമുക്ക് എടുത്തിട്ട് റെഡിയാക്കണം. എന്താ കണ്ടോ ഗൈസ്? എന്താ ഇനി അടുത്തത് എടുക്കട്ടെ, അടുത്ത ദളം എടുക്കട്ടെ. കണ്ട, എന്താ അടുത്ത ദളം എടുക്കുന്നുണ്ട് ഞാൻ. എന്താ അപ്പം ഇങ്ങനെ എല്ലാം എടുത്തെടുത്തായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള പൂവായിട്ട് കിട്ടും നമുക്ക്. സൂപ്പർ പൂവാണ്, ഒന്നും പറയാനില്ല. കണ്ടല്ലോ, ഇനി അടുത്തത് എടുക്കണം. ഇതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണം നമുക്ക് അടുത്തത് എടുക്കാൻ. ഇതാ കണ്ട, ഇനി ഒന്ന് അടുത്ത്, ഇതാ അടുത്തത്. അടുത്തതും എടുക്കുന്നുണ്ട് ഞാൻ. ഇതാ കണ്ടല്ലോ, ഇതാ ഗൈസ്, നല്ല അടിപൊളിയായിട്ട് എൻ്റെ പൂ കിട്ടുന്ന കാണുന്നുണ്ടോ? എന്താ ഞാൻ എടുക്കുന്ന കാണുന്നില്ലേ നിങ്ങൾ? കാണാണ്ടൊന്നുമില്ലല്ലോ ഇന്ന് ഞാൻ ചെയ്യുന്നത്. എന്താ ഇനി അടുത്തത് എടുക്കട്ടെ. അങ്ങനെയെല്ലാം നമുക്ക് എടുത്ത് റെഡിയാക്കിയിട്ട് കണ്ടാലോ? ഇപ്പം ഞാൻ ദളം എടുക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. അപ്പം ഇങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഇതാ ഞാൻ ആക്കുന്നത് കാണുന്നില്ലേ? കാണാണ്ടായിപ്പോയാ? ഞാൻ ഇതിൽ തന്നെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ക്യാമറേനെ ഞാൻ അങ്ങനെ നോക്കുന്നില്ല. എൻ്റെ വിചാരം കാണുന്നുണ്ട് എന്ന് തന്നെയാണ് ഗൈസ്. അഥവാ കാണുന്നില്ലെങ്കിൽ ക്ഷമിച്ചേക്കണേ. ഞാൻ ഇങ്ങനെ ഇതിൽ തന്നെ ശ്രദ്ധിക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഇത് ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കീറിപ്പോവില്ലേ. നമ്മൾ ഇങ്ങനെ വലിച്ച് എടുക്കുമ്പം
ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ ശ്രദ്ധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ക്യാമറേനെ അങ്ങനെ നോക്കുന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്കൊരു ഡൗട്ട് നിങ്ങൾക്ക് കാണുന്നില്ലേ എന്നതാണ് ഞാൻ പറഞ്ഞത് കേട്ടാ. ഇതാ ഗൈസ്, ഏകദേശം എൻ്റെ പൂക്കൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇതാ കണ്ടല്ലോ. ഇനിയും കുറച്ചും കൂടി ഉണ്ട് എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇതാ എല്ലാം ഒന്നും എടുത്തു കഴിഞ്ഞില്ല ഞാൻ. കണ്ട, കുറച്ചുകൂടി ബാക്കിയുണ്ട് എടുക്കാൻ. അപ്പോൾ എല്ലാം ഇതാ ഫൈനലായില്ല, കുറച്ചും കൂടി ഉണ്ട് എടുത്തിട്ട് കാണിക്കാൻ. അപ്പോൾ എല്ലാം എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. എന്താ ഗൈസ്, ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണ് എൻ്റെ പൂവിൻ്റെ. കണ്ട, ഇതാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനോ എൻ്റെ പൂവ്? നന്നായിട്ടുണ്ടോ ഗൈസ്? എല്ലാവരും അഭിപ്രായം പറയൂ എൻ്റെ പൂവിൻ്റെ. ഇതാ കണ്ട. അപ്പം ഞാൻ അടുത്തവും കൂടി ആക്കട്ടെ. ഹലോ ഗൈസ്, 2 പൂവാക്കി. ഇതാ മൂന്നാമത്തതാണ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നുണ്ടല്ലോ. മൂന്നാമത്തത് ഞാൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ പൂക്കളം ഞങ്ങൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൂക്കളെല്ലാം ഒരുക്കുകയാണല്ലോ, ഞാനൊരുക്കുകയാണല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ പരിപാടി. ഇനി ഞാൻ എല്ലാം ആക്കിയിട്ട് കാണിച്ചാലോ? ഇല്ലെങ്കിൽ എൻ്റെ വീഡിയോ ഒരുപാടായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ബോറടിച്ചാൽ മോശമല്ലേ? അപ്പോൾ ഞാൻ എല്ലാ പൂക്കളും ആക്കി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. എൻ്റെ ഓമനിയായൊരു ഗീതം പുളകങ്ങളേകും സംഗീതം മധുരങ്ങളേകും സമ്മാനം ഒരു ഉയരാകും നേരം ഓമനിയായൊരു ഗീതം ഹൃദയങ്ങളേകും സംഗീതം ഹൃദയങ്ങളേകും സമ്മാനം ഒരു ഉയരാകും നേരം. അങ്ങനെ ഇതാ ഞാൻ 4ാമത്തെ പൂവും ഏകദേശം ഉണ്ടാക്കി കഴിയാറായിരിക്കുന്നു. ഏകദേശം ഉണ്ടാക്കി കഴിയാറായിരിക്കുന്നു ഗൈസ്. കണ്ടല്ലോ, ഇച്ചിരിയും കൂടിയുണ്ട്.
കുറച്ചുകൂടിയുണ്ട്. ഇതിനെ വിടർത്തിയെടുക്കൽ നേരിയതായതുകൊണ്ട് നമുക്ക് കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ, ഇല്ലെങ്കിൽ പണി കിട്ടും. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ. ഓക്കെ, അങ്ങനെ ഞാനിതെല്ലാം ഒന്ന് എടുത്ത് റെഡിയാക്കിയിട്ട് വരട്ടെ ഗൈസ്, എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഞാനിതാ 4 പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 1 2 3 4. കണ്ടല്ലോ, 4 പൂക്കളാണ് ഞാനിതാ ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എൻ്റെ പൂവ്? ഇനി ഞാൻ എൻ്റെ ഫ്ലവർ വേസിൽ വെച്ചിട്ട് കാണിച്ചു തരാം. ഇതാ ഗൈസ്, ഞാൻ ഉണ്ടാക്കിയ പൂ ഇതാ എൻ്റെ ഫ്ലവർ വേസിൽ ഞാൻ വെച്ചിട്ട് കണ്ട. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഗൈസ്? അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് തരണേ ഗൈസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനെന്ന് വിചാരിക്കുന്നു ഞാൻ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.